To protect them after successful. It is a way of blessing hunters and trappers by involving culture. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി റീച്ച് ആയിട്ടോ. ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാൽ നമ്മുടെ പരിപാടി കിസാമ വില്ലേജ്. ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഉറപ്പുറങ്ങി എണീറ്റു. അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്തു. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഒന്നിൽ മാർക്കറ്റിൽ പോകണം. നമ്മുടെ അടുത്ത് കുറച്ച് മാർക്കറ്റ് ഉണ്ട്, ഹോങ്കോങ് മാർക്കറ്റ്, ന്യൂ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു. അവിടെ നമുക്ക് പട്ടി, പുഴു, പാറ്റ എന്നിവ കഴിക്കാൻ കിട്ടും. അതൊന്നും ജസ്റ്റ് ട്രൈ ചെയ്യാനുണ്ടോ. പിന്നെ അവിടെ നിന്ന് നമുക്ക് കിസാമ വില്ലേജ് ഇല്ലേ, നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നില്ലേ, അങ്ങോട്ട് പോകണം. മെയിൻ ടാർഗറ്റ് അതാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ബസ് സർവീസ് ഉണ്ട് കിസാമയിലോട്ട്, കൊഹിമയിലോട്ട്. ഇല്ലെങ്കിൽ ഷെയർ ടാക്സിയും കിട്ടും. സോ എന്തായാലും നോക്കിയിട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇന്നലെ താമസിച്ചില്ലേ, അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഇന്നലെ റെഡി ആക്കിയിട്ടാണ് നമ്മുടെ ഓണർ പോയത്. ഇന്നലെ രാത്രി ഇവിടെ തന്നെ കഴിച്ചേ. നല്ല ആൾ കേട്ടോ. അങ്ങനെ പമ്പിലെ ഉടമയോട് യാത്രയെല്ലാം പറഞ്ഞ് യാത്ര തിരിച്ചു കേട്ടോ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കൊഹിമ കിസാമ വില്ലേജിലോട്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്തു കേട്ടോ, ദിമാപൂർ ടു കൊഹിമയിലോട്ട്. ഒരാൾക്ക് 150 രൂപ വെച്ചായി. ഒരു 2 hours ജേണി ഉണ്ട്. ടിക്കറ്റ് സീറ്റ് നമ്പറൊക്കെ ഉണ്ട് കേട്ടോ, 23, 24. അങ്ങനെ ഈ കാണുന്ന NST നാഗാലാൻഡ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി ബസ്സായിരുന്നു, നല്ല കംഫർട്ടായിരുന്നു, പുഷ് ബാക്ക് എല്ലാം ഉണ്ടായിരുന്നു. തുടക്കം കണ്ട നാഗാലാൻഡ് ദിമാപൂർ കുറച്ച് വൃത്തിഹീനമായ സ്ഥലമാണെങ്കിലും ഈ കാണുന്ന ബോർഡിന് ശേഷം വെൽക്കം ടു ഹിൽസ് ഓഫ് നാഗാലാൻഡ് കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. നാഗാലാൻഡ് എൻ്റെ 21ാമത് സംസ്ഥാനം. പ്രകൃതി ദുരന്തം മൂലം ഇടയ്ക്കിടെ റോട്ടിൽ പാറകൾ വീണ് കിടക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നാഗാലാൻഡിൻ്റെ ഭംഗി ആസ്വദിച്ച് ഒരു 2 മണിക്കൂറിന് ശേഷം ദിമാപൂർ ടു കൊഹിമ, അവിടെ നിന്ന് നേരെ കിസാമ വില്ലേജിലോട്ട്, ദ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന കിസാമ. ഇനിയപ്പോൾ നമ്മൾ പോകുന്നത് ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ, ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ട്രൈബൽ ഫെസ്റ്റിവൽ. അവിടേക്കാട്ടോ ഈ കാണുന്ന സുന്ദരിമാരുടെ നാട്ടിലേക്ക് നമ്മളിനി പോകാൻ നോക്കുന്നത്. ഓവർടേക്ക് ചെയ്ത് പോകാൻ സ്ഥലം ഉണ്ടായിട്ടും ചടക്കത്തോടെ പോകുന്ന വണ്ടികൾ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി റീച്ച് ആയിട്ടോ. ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാൽ നമ്മുടെ പരിപാടി കിസാമ വില്ലേജ്. ഈ കയ്യിലുള്ള ലഗേജ് വെക്കാനുള്ള സ്പോട്ട് എവിടെയും കണ്ടുപിടിക്കണം കേട്ടോ. ഈ ലഗേജും വെച്ച് അകത്ത് പോയാൽ നമുക്കൊരു ആ ഫീല് കിട്ടില്ല, ആ കാണുന്ന ഫീല്. സോ ഈ ലഗേജ് ഒന്ന് ഹൈഡ് ചെയ്യാനുള്ള സ്ഥലം ഒന്നില്ലെങ്കിൽ റൂം എടുക്കും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് വെക്കുന്ന പോലെ സെറ്റപ്പ് നോക്കണം. ഒടുക്കത്തെ തിരക്കാട്ടോ. ഒന്ന് ഞായറാഴ്ച വന്നാൽ മതി. ഒരു 3 വർഷം മുന്നേ ഇട്ട പ്ലാനാണ്.
ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണണം. സോ ലാസ്റ്റ് 2 ഇയർ ദുബായിലായി പോയി. സോ അപ്ന ടൈം ആയേക്കാം, നമ്മുടെ സമയം വന്നിരിക്കുകയാണ്. നല്ല ത്രില്ലിലാട്ടോ ഈ ഫെസ്റ്റിവൽ. അതുപോലെ ഈ ഡോഗ് മീറ്റ് കഴിക്കണം, പാറ്റ, പുഴു എന്നിവ കൂടെ ട്രൈ ചെയ്യണം. അങ്ങനെ എൻട്രൻസിൽ നിന്ന് 100 രൂപ ടിക്കറ്റ് കൊടുത്ത് 3 വർഷത്തെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി. ഇഷ്ടം പോലെ മല്ലൂസിന് കാണാട്ടാ. എല്ലാവരും ബാഗ് കൊടുത്ത് ഇറങ്ങിയിരിക്കാം. കുറേ പേര് സോളോ ഉണ്ട്, കുറേ പേര് ഗ്രൂപ്പായിട്ടുണ്ട്. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ട്രൈബൽ ഫെസ്റ്റിവൽ. ഡിസംബർ 1 മുതൽ ഡിസംബർ 10 വരെ എല്ലാ വർഷവും നാഗാലാൻഡിലെ കിസാമ വില്ലേജ് വെച്ച് നടക്കുന്ന ഒരു ട്രൈബൽ ഫെസ്റ്റിവൽ. നാഗാലാൻഡിലെ പ്രമുഖ 16 ട്രൈബ്സ് ഒരുമിച്ച് നടത്തുന്ന ഒരു അടിപൊളി പരിപാടി. ഈ ഒരു വ്യത്യസ്തമായ ഒരു ഫെസ്റ്റിവൽ കാണാൻ പല നാട്ടിൽ നിന്നും പല ദേശത്തു നിന്നും ഇഷ്ടം പോലെ വിനോദസഞ്ചാരികൾ ഈ ഒരു സമയത്ത് നാഗാലാൻഡിൽ വന്നു ചേരും. ഇപ്പോൾ ഇതാ ഈ ഫെസ്റ്റിവൽ 25ാമത് വാർഷിക ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Ladies and gentlemen, as we celebrate the vibrant cultural heritage where the hen is trying its best to defend her dancers move their bodies rhythmically with വ്യത്യസ്ത രീതിയിലുള്ള 16 ഗോത്രവർഗ്ഗക്കാർ, വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രശൈലി എല്ലാം കണ്ണിന് കുളിർമയേകുന്നതാണ്. പണ്ടെല്ലാം ബുക്കിലും ടിവിയിലും കണ്ട കാഴ്ച നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പുറത്തുനിന്നുള്ള കാഴ്ചയും അതുപോലെ തന്നെ വ്യത്യസ്തമാണ്. അവരുടെ ഭക്ഷണശൈലി, അതായത് പുഴു, പാറ്റ, പല്ലി നമുക്കും ഇവിടെ ഭക്ഷിക്കാൻ സാധിക്കും. പൊതുസ്ഥലത്തു നിന്നുള്ള മദ്യപാനം ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഗായ്സ്, അങ്ങനെ പുഴു, പാറ്റൊക്കെ ട്രൈ ചെയ്യുമ്പോൾ കേട്ടോ, ഓരോ വീഡിയോ കാണുമ്പോൾ തന്നെ പണ്ടുള്ള ആഗ്രഹമായിരുന്നു ഇത് ട്രൈ ചെയ്യണം. സോ ഇപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ പിന്നെ അരി കൊണ്ടുള്ള ബീർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ അരിൻ്റെ വെള്ളം കൊണ്ടൊരു ബീർ ഉണ്ടാക്കുന്നുണ്ട്, അതിവിടെ ഭയങ്കര ഫേമസാണ്. സോ അതും കൂടി ട്രൈ ചെയ്യുമ്പോൾ കേട്ടോ. ഉണ്ടാക്കിയ ബീറാണ് നമ്മുടെ നാടൻ കള്ളിൻ്റെ. ട്രൈ ചെയ്യാൻ പോട്ടോ, ഫസ്റ്റ് ടൈം. നമ്മുടെ നാട്ടിലെ ഈ കൊഞ്ചൊക്കെ ഇല്ലേ, ആ ഒരു ഫീൽ തന്നെ. ഒന്നുമില്ല, കുറച്ച് സ്പൈസിയാണ്. കാണുന്ന റൈസ് ബീർ കേട്ടോ, നമ്മുടെ അരി കൊണ്ട് ഉണ്ടാക്കില്ല, അരിൻ്റെ വെള്ളം, കഞ്ഞി വെള്ളം, അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബീറാണ്. ജസ്റ്റ് ട്രൈ കേട്ടോ. പുഴു നമ്മുടെ നാട്ടിലെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. ഈ കാണുന്ന കൊണിയാക് ട്രൈബാണ് നാഗാലാൻഡിലെ പ്രമുഖ ട്രൈബ്. 19ാം നൂറ്റാണ്ട് വരെ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു ഗോത്രവർഗ്ഗക്കാർ. നാഗാലാൻഡിലെ ലാങ്വ വില്ലേജിലും മ്യാൻമറിലും വിഭജിച്ച് കിടക്കുന്ന കൊണിയാക് ട്രൈബ്സ്
ഇവിടുത്തെ അന്തരീക്ഷം കണ്ടാൽ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലാണെന്ന് പോലും പറയത്തില്ല. തക്കാളി പോലെ ചുവന്ന് നിൽക്കുന്ന ചേച്ചിമാർ. 100 രൂപ കൊടുത്താൽ നമുക്കും ഇതുപോലെ തോക്കെടുത്ത് വെടിവെക്കാം. സമയം ഇപ്പോൾ 3 മണി ആയിട്ടുള്ളൂ. പക്ഷേ സൂര്യ അസ്തമിക്കാനായി. നമ്മുടെ നോർത്ത് ഈസ്റ്റിലാണ് ഫസ്റ്റ് സൂര്യ ഉദിക്കുന്നത് അസ്തമിക്കുന്നത്. സോ 4-4:30 ആകുമ്പോഴേക്കും മൊത്തം ഇരുട്ടായിരിക്കും ഇവിടെ. ഈ ഫെസ്റ്റിവൽ നാഗാലാൻഡുകാരൻ്റെ മെയിൻ ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവലിൻ്റെ പേര് തന്നെയാണ് നാഗാലാൻഡ് ഒന്നുകൂടെ പോപ്പുലർ നിൽക്കുന്നത്. അതായത് ഫെസ്റ്റിവലുകളുടെ നാട്. സോ നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ പൂരം എങ്ങനെയാണോ, തൃശ്ശൂർ ഒരു പൂരം വന്ന നാട് ഉണർന്നു നിൽക്കില്ലേ, അതുപോലെയാണ് ഈ നാഗാലാൻഡ്. ഈ ഫെസ്റ്റിവൽ വരുമ്പോൾ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ മദ്യം വിളമ്പുന്ന ഷോപ്പുകൾ കാണാൻ പറ്റും. പിന്നെ ഈ നാഗാലാൻഡുകാർക്ക് മദ്യം ഒരു ഇതല്ല, അത് റോട്ടിനെ പോലെ അടിക്കുന്നതാ. ഇവിടെ മദ്യത്തിന് വിലക്കുറവ് കേട്ടോ, ഭയങ്കര വിലക്കുറവ്. വെൽക്കം ഗായ്സ്. ആ പുൽച്ചാടി പാറ്റെല്ലാം കഴിച്ചില്ലേ, അതിന് ശേഷമായോ കേട്ടോ ഫേസ് അലർജി പിടിച്ചു. ഇനി എന്താ ചെയ്യുന്ന അറിയില്ല.